മോൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ താലി അറ്റാൽ മതി എന്നുള്ള ആ ഒരു നിലപാടാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ ചെറുപ്പക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നിലവിൽ കേരളത്തിന് കിട്ടാവുന്ന വരുമാനം നഷ്ടപ്പെട്ടു പോകും. മാസം EMI തന്നെ 1,80,000 രൂപ. 2 വണ്ടി, ഒരെണ്ണം പുതിയ വണ്ടിയാണ്, 2024 180 ലോണുണ്ട്. കടം വാങ്ങിച്ചും ഉള്ള സ്വർണം പണയം വെച്ചുമൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നത്. മരിച്ചാലും ഈ ഒരു സംഭവം വിൽക്കാനോ കൊടുക്കാനോ പറ്റത്തില്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നു. ഇതൊരു ജീവന്റെ ഒരു തുടുപ്പാണ് ഈ ബസ്. ശ്രീ KB ഗണേഷ് കുമാർ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതുപോലുള്ള ബസ് മുതലാളിമാരെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു നിയമമാണ് കേരളം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു രാജ്യത്ത്, സംസ്ഥാനമല്ല കേരളം എന്ന രാജ്യത്ത് മാത്രം നടക്കുന്ന ഒരു നിയമമാണ്. ബസ്സിൻ്റെയൊക്കെ കളർ അടിച്ച് മാറ്റിയാൽ, കളറിൻ്റെ ഈ ഇതുപോലുള്ള ചുവപ്പും പച്ചയുള്ള തുടങ്ങിയ കളറൊക്കെ മാറ്റിയിട്ട് വെള്ളയടിച്ച് നീല ഒരു ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ അപകടങ്ങൾ കുറയുമെന്ന കണ്ടുപിടുത്തം നമ്മുടെ കേരളത്തിൽ മാത്രം സംഭവിച്ചിരിക്കുന്ന ഒന്നാണ്. അതിനെ ബലിയാടായിട്ടുള്ളത് ഇതുപോലുള്ള ബസ് ഉടമസ്ഥന്മാരും മറ്റുമാണ്. അതിലൊരു നമ്മുടെ വ്യവസായ സൗഹൃദമാണ്, വ്യാപാര സൗഹൃദമാണ് നമ്മുടെ കേരളം എന്നൊക്കെ രാഖിരായ്മാനം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിളിച്ചു പറയുമ്പോൾ, കൊട്ടിഘോഷിച്ചുകൊണ്ട് പറയുമ്പോൾ, ഒരു സാധാരണ ഒരു ബസ് തൊഴിലാളിയും മുതലാളിയും ഒക്കെയായ ഒരു ചെറുപ്പക്കാരൻ, അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരൻ ഏകദേശം 20 വർഷത്തോളം ഈ ബസ്സിൻ്റെ മേഖലയിൽ, പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്ന ഒരു മേഖലയിൽ 20 വർഷത്തോളം പ്രയത്നിച്ച് തൻ്റെ രക്തം വേർപ്പാക്കി കുടുംബം നോക്കുകയും അതോടൊപ്പം തന്നെ ഒരു കൂട്ടം തൊഴിലാളികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വേദനയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ സർക്കാരിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേട് കാരണം, അല്ലെങ്കിൽ ദുർവാശി കാരണം ഇപ്പോൾ ഈ ഇതുപോലുള്ള ബസ്സുകൾ നിരത്തിലിറക്കാനാകാതെ കട്ടപ്പുറത്തിരിക്കുന്ന ഒരു അവസ്ഥ. ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് ഇതുപോലൊരു വ്യവസായി ചെറുപ്പക്കാരൻ, നമുക്കെല്ലാം അറിയാവുന്ന ആന്തൂർ സാജനോ അല്ലെങ്കിൽ മറ്റുള്ള വ്യവസായികളെ പോലെ നാളെ ഈ ഒരു ചെറുപ്പക്കാരനും ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ തൊഴിലാളികളും ഇദ്ദേഹത്തിൻ്റെ കുടുംബവും നമ്മുടെ സർക്കാരിനോട്, നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിനോട് ചെയ്ത ദ്രോഹം എന്താണ്? ഇദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുണ്ടാകുന്ന സാഹചര്യം എന്താണ്? എത്ര നാളായി ഈ ബസ്സിന്റെ മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി? ബസ് മേഖലയിൽ വന്നിട്ട് 20 വർഷമായി. ഇപ്പം ഞാൻ ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ് ഈ ബസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ജീവനാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഈ ബസ് സർവീസുമായിട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ഈ ബസ് സർവീസിന് ഇത് വന്നിട്ട് എനിക്ക് തൃശ്ശൂർ എനിക്ക് 2 സർവീസുണ്ട്. തൃശ്ശൂർ പാലക്കാട് LS ആയിരുന്നു. അവിടെ ആ പെർമിറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ സമയത്ത് എനിക്കിവിടെ ആറ്റിങ്ങൽ RTOയുടെ കീഴിൽ പെർമിറ്റ് ഉണ്ട്. അതിലേക്ക് കയറ്റാൻ വേണ്ടി വണ്ടി കൊണ്ടുവന്നായിരുന്നു. 3-4 TP വാഹനം ഓടിയ സമയത്ത് ഈ വാഹനത്തിന് നീല കളർ അടിക്കണം, നീലയും വെള്ളയും അടിച്ചാൽ മാത്രമേ ഇനി നിലവിൽ ഈ വാഹനത്തിന് പെർമിറ്റ് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നീലയും വെള്ളയും അടിച്ചു കഴിഞ്ഞാൽ അപകടം കുറയും എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ടുപിടുത്തമാണ്. ആ സമയത്ത് നിങ്ങളത് അനുസരിക്കുകയല്ലേ ചെയ്യേണ്ടത്? അത് എങ്ങനെ അനുസരിക്കാൻ പറ്റും? ഉദ്യോഗസ്ഥന്മാരുടെ കണ്ടുപിടുത്തമാണെങ്കിലും ഇതൊരു STA എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന് പറഞ്ഞൊരു അതോറിറ്റിയുടെ മാത്രം തീരുമാനമാണ്. ഇതിനൊരു വ്യക്തമായൊരു GOK ഇല്ല, ഗവൺമെൻറ് ഓർഡർ ഇല്ല, ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് യഥാർത്ഥത്തിൽ അവരിത് അങ്ങനെ ചെയ്യണമെങ്കിൽ STA പറയുന്നത് RTOമാരും ജോയിൻറ്റ് RTOമാരും മാത്രം കേട്ടാൽ മതി. ഇപ്പം ഞാൻ കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ കേൾക്കണമെങ്കിൽ ഈ കളർ കോഡുമായിട്ട് ബന്ധപ്പെട്ട അവരൊരു നിയമം ഇംപ്ലിമെൻറ്റ്, ഇതും കളർ കോഡ് തന്നെയാണ്, LS കളർ കോഡ് തന്നെയാണ്. ഇതിന് അടുത്ത ഫിറ്റ്നസ് വരെ ഇപ്പോൾ അവർ നിലവിൽ പറയുന്ന നിയമം അനുസരിച്ച് അടുത്ത ഫിറ്റ്നസ് വരെ ഇതിന് ഏത് പെർമിറ്റിൽ വേണമെങ്കിലും റീപ്ലേസും ചെയ്യാൻ തരാം. പക്ഷേ അതും അവർ തരത്തില്ല. ഇനി അടുത്തത്, ഇവർ ഈ ഒരു നിയമം ആക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം കളർ കോഡ് വേണമെങ്കിൽ ആ കളർ കോഡിന് അവർ STA തീരുമാനത്തിന് അതാത് RTA മീറ്റിങ്ങിൽ വെക്കണം. അതാത് RTA മീറ്റിങ്ങിൽ വെച്ച് RTA വഴി അതിന് അവർ ഗ്രാൻഡ് ചെയ്തിട്ട് വേണം ഇത് ഞങ്ങളെപ്പോലുള്ള സ്വകാര്യ ബസ് ഉടമകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പാഷൻ്റെ പുറത്ത് വരുന്നതാണ്. ഇതുവഴി വയസ്സായ ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മുമ്പൊക്കെ പല കളറിൽ വരുമ്പോൾ, മഞ്ഞ, ചുവപ്പ്, നീല, പച്ച വരുന്ന സമയത്ത് ഓരോ വയസ്സായ യാത്രക്കാർക്കും കാഴ്ചയില്ലാത്തവർക്കും എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്തവർക്കും ബസ്സിൻ്റെ കളർ നോക്കി കയറാം. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡിൽ ഒരു 10 വണ്ടി കൊണ്ടിട്ടിരുന്ന 10 വണ്ടി ഒരു കളറാണ്. ഏത് റൂട്ടാണ് ഏതാണ്? വയസ്സായ ആൾക്കാരൊക്കെ ഒരുപാട് ഇതുവഴി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതുവഴി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബസ്സിൻ്റെ കളറ് മാറ്റുന്നതുകൊണ്ട് അപകടം കുറയൂ?
ഒരിക്കലും ഇല്ല. ഇതിപ്പം ഈ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു നിയമമുള്ളത്, വേറൊരു സംസ്ഥാനത്തിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന KSRTC ബസ്സാണ്. ബസ്സിൻ്റെ കളറും അപകടവുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം തന്നെ ഇപ്പം RTO ആണെങ്കിലും DTC ആണെങ്കിലും ഇവരെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സും മറ്റേ 2 വർഷത്തെ ITI ഡിപ്ലോമയും കഴിഞ്ഞാണ് വരുന്നത്. ഇനി പോസ്റ്റ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറും RTO ഒക്കെ ആണെങ്കിലും ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം വെച്ച് ഏറ്റവും കൂടിയ പോസ്റ്റിൽ ഇരിക്കാൻ പറ്റുന്നതാണ് ഈ RTO ഡിപ്പാർട്ട്മെൻറ്റിൽ വെറും 10ാം ക്ലാസ്സും ITI അല്ലെങ്കിൽ പോളിടെക്നിക്ക് കൊണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഒരു ജ്ഞാനമില്ല. ഇവരിപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വ്യവസായ സൗഹൃദമാണ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള വ്യവസായത്തിനെ ഇവർ ഇല്ലാതാക്കി കളയാണ്. 39,000 സ്വകാര്യ ബസ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 8,000-ൽ താഴെ ബസ്സുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ ഒക്കെ ബസ്സുകൾ വരുമ്പോഴത്തേക്ക് അവിടെ ഈ കളർ കോഡ് ഇല്ലാതെ തന്നെ അവർ ഓടുമ്പോഴത്തേക്ക് അതിനെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ നടപടിയെടുക്കൂ. തമിഴ്നാട്ടിൽ ഓടുമ്പം ഇവർക്ക് നടപടിയെടുക്കാൻ പറ്റും. തമിഴ്നാട് ബസ് ഇവിടെ കേരളത്തിൽ വന്ന് ഓടുമ്പോൾ നടപടിയെടുക്കാൻ പറ്റത്തില്ല. അന്യസംസ്ഥാന ബസ്സുകൾക്കും ഇന്റർസ്റ്റേറ്റ് പെർമിറ്റുകൾക്കും ഇവർക്ക് നടപടിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം എല്ലാം നമ്മുടെ വാഹനിൽ വഴിയാണ് പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വാഹൻ വഴിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വാഹനിൽ ഒരിടത്തും കളർ കോഡ് പറഞ്ഞിട്ടില്ല. പിന്നെ പുതിയതായിട്ട് ഇപ്പം എൻ്റെ 2024 വണ്ടിയും ബോഡി കോഡ് വഴി വരുന്ന വണ്ടികൾക്ക് ബോഡി കോഡേ പറഞ്ഞിട്ടുള്ളൂ. കളർ കോഡ് ഓരോ പെർമിറ്റിനും ടൈപ്പ് 1, 2, 3 അങ്ങനെയുണ്ട്. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്വകാര്യ ബസ് ഉടമകളെയൊക്കെ സഹായിക്കുകയും അതുവഴി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവ്, നമ്മുടെ സംസ്ഥാന ഖജനാവല്ല, അന്യ സംസ്ഥാനം തൊട്ടടുത്തുള്ള തമിഴ്നാട്, ബാംഗ്ലൂർ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇവരെ പോലുള്ള ബസ് ഉടമകളെ കൊണ്ട് ഖജനാവ് കുത്തി നിറയ്ക്കുമ്പോൾ ഇതുപോലുള്ള പാവം സ്വകാര്യ ബസ് ഉടമകളെയൊക്കെ പിഴിഞ്ഞെടുത്ത് ബസ്സുകൾ കട്ടപ്പുറത്തിരുത്തി ഖജനാവിന് പോലും നഷ്ടം വന്നാലും കുഴപ്പമില്ല. ചുരുക്കി പറഞ്ഞാൽ മോൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ താലി അറ്റാൽ മതി എന്നുള്ള ആ ഒരു നിലപാടാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ ചെറുപ്പക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ഈ 20 വർഷമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇത്രയും ആളായിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളതൊന്ന് തരണം ചെയ്തു പോകും. ഇപ്പോഴെൻ്റെ 3 വണ്ടികൾ ഒരേ സമയം ഒതുക്കിയിടേണ്ടി വന്നു. ഈ കാണുന്ന KL 8CA 1414 എന്ന് പറഞ്ഞാൽ കൊടാക് മഹീന്ദ്ര ബാങ്കിൽ മാസം തോറും 55,000 രൂപ ലോണുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി ഇപ്പം 3 മാസമായിട്ട് ഈ വണ്ടിക്ക് പെർമിറ്റ് തരാത്തത് കൊണ്ട് ലോൺ അടയ്ക്കാൻ വേണ്ടി ഞാൻ ഗോകുലം ചിട്ടിയിൽ എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. ചിട്ടി പിടിച്ചു. ഇനി ഈ മാസം ഇതിൻ്റെ ലോൺ അടയ്ക്കണമെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ചെന്നിട്ട് എൻ്റെ ഭാര്യയുടെയോ കുഞ്ഞിൻ്റെയോ സ്വർണം എടുത്ത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്താൽ മാത്രമേ എനിക്കിതിൻ്റെ ടാക്സും ഇതിൻ്റെ മുടങ്ങിക്കിടക്കുന്ന ടാക്സുകളെല്ലാം എനിക്ക് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ചില ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ വാശി കാരണം, പിടിവാശി കാരണം, ദുർവാശി കാരണം ആണ് ഇതുപോലുള്ള ബസ് ഉടമസ്ഥന്മാരും ഇതുപോലുള്ള ബസ്സുകളുമൊക്കെ കട്ടപ്പുറത്ത് അല്ലെങ്കിൽ കഴുത്തിൽ കയറ് ചുറ്റാൻ റെഡിയായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള ബസ് ഉടമസ്ഥന്മാർക്ക് ആർക്കും ഇതുപോലെ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്രയും ബുദ്ധിമുട്ട്? എനിക്ക് മാത്രം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബസ്സുകളെക്കുറിച്ചും ഈ നിയമങ്ങളെല്ലാം കൃത്യമായി പഠിച്ചു. നിയമങ്ങളെല്ലാം പഠിച്ചു. മറ്റുള്ളവരിൽ കുറേ പേര് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് നിയമം അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, ഇതിൽ തന്നെ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് എല്ലാം. പക്ഷെ അവരൊന്നും ഇതിന് മുന്നിട്ടിറങ്ങാത്തത്, ഇറങ്ങിയാൽ അവരുടെ വണ്ടികളുടെ നാളെ അവസ്ഥ ഇതാകും. അതാവുന്നുള്ളൊരു ഭയം കൊണ്ടാണ് വേറെ ആരും ഇതിലേക്ക് ഇറങ്ങാത്തത്. ഞാൻ ഇറങ്ങുമ്പം എൻ്റെ ഒരു സേവനങ്ങളും ഇപ്പം ഞാൻ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു വാഹനത്തിൻ്റെ ഒരു ടൈം ഹിയറിംഗ് വേണോ കൃത്യമായി നടത്തി തരത്തില്ല. പിന്നെ എനിക്കിപ്പോൾ ഒരു പെർമിറ്റ് വേണമെങ്കിൽ തന്നെ ഞാൻ കോടതിയിൽ പോയി കോടതി ഉത്തരവ്, കോടതിയുടെ കനിവുണ്ടായിട്ടാണ് ഞാൻ ഇന്ന് വാഹനം സർവീസ് നടത്തേണ്ട ഒരു ഗതികേട് നിൽക്കുന്നത്. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ താൽക്കാലിക പെർമിറ്റ് നഷ്ടപ്പെട്ടു. അത് RTA ബോർഡ് റിജക്റ്റ് ചെയ്തു. ഒരു കാരണവും ഇല്ലാതെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിന് താൽക്കാലിക പെർമിറ്റ് ഓടാനായിട്ട് നിലവിലെ നിയമം അനുസരിച്ച് കളർ കോഡ് വേണ്ട. അപ്പോൾ ഞാൻ മഞ്ഞയും പച്ചയും അടിച്ചു. ഈ വാഹനം പിടിച്ച് ഫിറ്റ്നസ് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ വാഹനം പിടിച്ച് ഫിറ്റ്നസ് കട്ട് ചെയ്തു. ഫിറ്റ്നസ് റീസ്റ്റോർ ചെയ്ത് തരണമെന്ന് ഞാൻ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് കൊടുത്തിട്ടും എനിക്കിതുവരെ ഫിറ്റ്നസ് റീസ്റ്റോർ ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ അതിനെക്കാട്ടി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിയും വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് താൽക്കാലിക പെർമിറ്റിന് കളർ കോഡ് വേണ്ടെന്ന് ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ 2024 വീണ്ടും ഒരു സർക്കുലർ ഇറക്കി. 3-ൽ ഏതെങ്കിലും ഒരു കളറ് താൽക്കാലിക വാഹനങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മനോജ് കുമാർ DTC, അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലുള്ള മനോജ് കുമാർ എന്നൊരു ഉദ്യോഗസ്ഥനും ആറ്റിങ്ങൽ RTO D മഹേഷ്, ഇവർ കാരണമാണ് എൻ്റെ 3 വണ്ടികൾ കട്ടപ്പുറത്തുള്ളത്. കട്ടപ്പുറത്തു നിന്നല്ല ഓട്ടം നിന്നിട്ടുള്ളത്. ഇതിൽ 2 വണ്ടി
രണ്ട് വണ്ടിക്കും കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ലോണുള്ളതാണ്. മാസം EMI തന്നെ 1,80,000 രൂപ. രണ്ട് വണ്ടി, ഒരെണ്ണം പുതിയ വണ്ടിയാണ്, 2024 180 ലോണുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടം വാങ്ങിച്ചും ഉള്ള സ്വർണം പണയം വെച്ചുമൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നത്. പിന്നെ ഇത് ഒരിക്കലും ഇത് മരിച്ചാലും ഈ ഒരു സംഭവം വിൽക്കാനോ കൊടുക്കാനോ പറ്റത്തില്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞ് ചേർന്നു. ഇതൊരു ജീവൻ്റെ ഒരു തുടുപ്പാണ് ഈ ബസ്. അതുകൊണ്ട് എല്ലാത്തിനും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പം കോടതിയുടെ വിധിയെ മാത്രമേ നമുക്കൊരു ഏക വിശ്വാസമുള്ളൂ. കേരളം വ്യവസായ സൗഹൃദം ആണ് എന്ന് പറഞ്ഞ് മന്ത്രിമാർ പറയുമ്പോഴും ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ ആദ്യം നിലയ്ക്ക് നിർത്തുക. ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നിലവിൽ കേരളത്തിന് കിട്ടാവുന്ന വരുമാനം നഷ്ടപ്പെട്ടു പോകും. നെടുമങ്ങാട് MVI രാജേഷ് എന്ന് പറയുന്ന ആളാണ് ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് കട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരെ വാഹനം ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കൃത്യമായി പറഞ്ഞു, താൽക്കാലിക പെർമിറ്റ് വാഹനത്തിന് കളർ കോഡ് വേണ്ട. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ശരിയായിരിക്കാം, പക്ഷേ നിങ്ങൾ ഈ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്, വണ്ടി പിടിക്കണം എന്നുള്ളത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. നിങ്ങൾക്ക് ഈ ഒരു നിയമം അനുവദിച്ച് കിട്ടിയാൽ കേരളത്തിലുള്ള എല്ലാ വണ്ടികളും നിറം മാറ്റിക്കൊണ്ടുവരും. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് നാണക്കേടാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളത് അനുവദിക്കത്തില്ല. അപ്പോൾ അവർ ഫിറ്റ്നസ് കട്ട് ചെയ്ത സമയത്ത് ഈ വണ്ടിക്ക് ടാക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ടാക്സ് റീഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്ത സമയത്ത് എനിക്ക് ടാക്സ് റീഫണ്ട് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി ഈ വണ്ടിക്ക് ടാക്സ് അടച്ച വണ്ടിയാണ്. ഓടാത്ത പീരീഡിലെ ടാക്സ് തിരിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ നോൺ ഇൻറ്റിമേഷൻ ലെറ്റർ RTOക്ക് കൊടുത്തില്ലെന്നാണ് പറയുന്നത്. ഇനി എന്ത് നോൺ ഇൻറ്റിമേഷൻ കൊടുക്കാൻ? RC ഫിറ്റ്നസ് കട്ട് ചെയ്ത് റോഡിൽ ഇറക്കാത്ത വണ്ടിക്ക് പിന്നെ നോൺ ഇൻറ്റിമേഷൻ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്തൊക്കെയായിരുന്നാലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേടും അല്ലെങ്കിൽ ദുർവാശിയും കാരണം ഇതുപോലുള്ള വ്യവസായികൾ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ അല്ല, നമ്മുടെ മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ഫയലുകളും ഒരു ജീവിതമാണ്. അതുകൊണ്ട് ആ ഫയലുകളിൽ എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുക. നിങ്ങളുടെ ദുർവാശിയും പിടിപ്പുകേടുമൊക്കെ അവസാനിപ്പിച്ച് ക്രിയാത്മകമായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ബസ് ഓട്ടിക്കാനോ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഒരു നട്ടും ബോൾട്ടും ഇളക്കാനോ പോലും അറിയാത്ത ആളുകളാണ് നിങ്ങളിൽ പല ഉദ്യോഗസ്ഥന്മാരും എന്നുള്ള കാര്യം സ്പഷ്ടമാണ്, പകൽ വെളിച്ചം പോലെ സ്പഷ്ടമാണ്. എന്നാൽ ഒരു സന്തോഷ വാർത്തയുള്ളത്, അത്യാവശ്യം വണ്ടി ഓടിക്കാനും വണ്ടി മുതലാളിമാരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാനും കഴിവുള്ള കാര്യശേഷിയുള്ള ഒരു ഭരണാധികാരിയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത്. ശ്രീ KB ഗണേഷ് കുമാർ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതുപോലുള്ള ബസ് മുതലാളിമാരെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷിക്കാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറുവിരൽ അനക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.